ജെനി ഡോക്ടർ ഒരു കാര്യം അതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞു, മരുന്നുകളില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഷുഗർ മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. അന്ന് എന്തായാലും ഒന്ന് പോയി നോക്കണം ഇവിടെ എന്ത് തട്ടിപ്പ് നടക്കണേ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട്. ട്രീറ്റ്മെന്റ് എന്ന് പറയില്ല, അത് തെറ്റി പറയണതാണ് ട്രീറ്റ്മെന്റ് എന്ന്. ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല, നമ്മൾ തന്നെ നമ്മളുടെ ശരീരത്തെ ട്രീറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഇത് ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തും എന്ന് ഞാൻ ഒരിക്കൽ പോലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 285 ഷുഗർ ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റാണ്. അത് ന്യൂറോപ്പതിക്കായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും നോർമലായിട്ട് എന്നെ ഞെട്ടിച്ചു, ഒരു മരുന്നും കഴിക്കാണ്ട്. ഞാൻ കൊണ്ടുവന്ന മരുന്ന് പോലും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഡോക്ടറായിട്ടൊരു മരുന്ന് എനിക്ക് ഒട്ട് തന്നിട്ടുമില്ല. അപ്പൊ അവിടെ ആരാ ചികിത്സ ചെയ്തത്? ഞാൻ തന്നെയാണ് ചികിത്സിച്ചത്. ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമ്മളെ ഡോക്ടർ പഠിപ്പിച്ചു തന്നു. ഇടുപ്പിൽ എനിക്കൊരു വേദന, അതിനൊക്കെ ഞാൻ മുൻകാലങ്ങളിൽ ഒഴിച്ചിലൊക്കെ നടത്തിയുള്ളതാണ്, ഡിസ്കിൽ കംപ്ലൈൻ്റ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് ഇവിടെ വന്നതിന് ശേഷം അത് വളരെ വ്യത്യാസം വന്നു, വളരെ സുഖപ്രദമായി. ആ വേദനയൊക്കെ പോയി. പിന്നെ കഴുത്തിലൊരു വേദന ഉണ്ടായിരുന്നു എൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ അതെനിക്ക് വലിയൊരു ശല്യമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കഴുത്തുളുക്കലും കഴുത്ത് വേദനയും കഴുത്ത് അങ്ങോട്ട് തിരിക്കലും ഇങ്ങോട്ട് തിരിക്കലൊക്കെ എനിക്ക് വലിയ പ്രോബ്ലം ആയിരുന്നു. അതെല്ലാം ഇപ്പോൾ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം, നമ്മൾ ഫുൾ റൗണ്ട് അടിക്കും, നമുക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. കഴുത്തിന് ശോധന വളരെ പിന്നാക്കായിരുന്നു. അതെ. അപ്പോൾ അത് ഇന്നത് ഫ്രഷായിട്ട് എല്ലാം അന്നാന്ന് കഴിച്ചാൽ പിറ്റേ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ എനിക്ക് ഇഷ്ടമായത്. എന്തായാലും പ്രമേഹം ഉണ്ടെന്ന് കരുതിയിട്ട് ചോറ് പരിപാടി അതന്നെ വലിയൊരു അതിശയമാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ. അപ്പൊ സുഖമായി ഉറങ്ങുന്നുണ്ട്, സുഖമായി ശോധന നടക്കുന്നുണ്ട്, നടുവും കഴുത്തും വേദനിക്കാണ്ട് കൂട്ടത്തിലുണ്ട്, ബിപിയും ഷുഗറും നോർമലായിട്ട് കൂട്ടത്തിലുണ്ട്. ഇത് മരുന്നുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും നമ്മുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഞാൻ 2 പ്രാവശ്യം ECG എടുത്തപ്പോ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്ന വലിയ നെഞ്ചുവേദന എനിക്ക് അങ്ങനൊരു പ്രശ്നമില്ല. എനിക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ മെഡിറ്റേഷന്റെ സമയത്ത് 2 ദിവസം യോഗ കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേഷനിലൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ അവിടെ ഒരു പ്രവർത്തനം ഹാർട്ടിൽ നടന്ന പോലെ എൻ്റെ അനുഭവത്തിലുണ്ടായി. പ്രകൃതി ചികിത്സയെ ഒട്ടും പരിചയമില്ലായിരുന്നില്ല. ഞാനൊക്കെ വിചാരിച്ചാൽ കളിമണ്ണിൽ പൊതിയിലും അങ്ങനത്തെയൊക്കെയാണ്. ഇവിടെ കളിമണ്ണിൽ പൊതിയിലും ഒന്നുമില്ല. ജീവനൊരു ഹോസ്പിറ്റലല്ല ആദ്യം തന്നെ. ജീവനം പ്രകൃതി ചികിത്സാ കേന്ദ്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ദേഷ്യപ്പെടുന്ന സ്റ്റീഫൻ സാറിനെ മാറി നോക്കി എത്ര കോമഡി ആയിരുന്നു അത്. ഭയങ്കര രസമായിരുന്നു. ആണ് ഈ ചികിത്സയുടെ പുറകിലുള്ള ഒരു രഹസ്യം. നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് എന്നോടൊപ്പം സ്റ്റീഫൻ സാർ ഉണ്ട്. സ്റ്റീഫൻ സാർ 3 ആഴ്ചയായിട്ട് ജീവനത്തിൽ നമ്മളോടൊപ്പം ഉണ്ട്. ഇന്നിപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുകയാണ്. സ്റ്റീഫൻ സാർ അത്യാവശ്യം നല്ല BP ഒക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഒരാളായിരുന്നു. എനിക്ക് കൺസൾട്ടേഷനൊക്കെ വന്ന സമയത്ത് ഹൈ BP ഒക്കെ ആയിട്ട്, പക്ഷെ അതൊക്കെ വളരെ നിസ്സാരമായിട്ട് മറികടന്ന് ഇന്ന് വളരെ ഫിറ്റായിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള ഒരാളായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രകൃതി ചികിത്സയിലൂടെ സ്റ്റീഫൻ സാറിൻ്റെ ഈ ഒരു ആരോഗ്യം വീണ്ടെടുക്കൽ പ്രക്രിയ? അങ്ങനെ ഒരു അനുഭവം എന്തായാലും, ജീവനത്തിലെ അനുഭവം എന്തായാലും സ്റ്റീഫൻ സാറിൽ നിന്ന് തന്നെ കേട്ടറിയട്ടെ. സാർ ഒന്ന് സ്വയം പരിചയപ്പെടുത്തു. എൻ്റെ പേര് സ്റ്റീഫൻ, കണ്ടശാളമാണ് എൻ്റെ വീട്. എൻ്റെ അടുത്ത് തന്നെയാണിത്, ഒരു 8 കിലോമീറ്റർ അപ്പുറമാണ്. ഞാനിത് യൂട്യൂബിൽ റീൽസ് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ കണ്ടതാണ്. അപ്പോൾ ജെനി ഡോക്ടർ ഒരു കാര്യം അതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞു, മരുന്നുകളില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഷുഗർ മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. അന്ന് എന്തായാലും ഒന്ന് പോയി നോക്കണം ഇവിടെ എന്ത് തട്ടിപ്പ് നടക്കണേ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷെ ആദ്യം വന്നത് ശരിക്കും പ്രഷർ കയറിയിട്ട് വന്നതാണ്. എനിക്ക് വളരെ ഗുണം ചെയ്തു. വന്നെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സുഖപ്പെടുത്തി വിട്ടു ഡോക്ടർ. അത് കഴിഞ്ഞ് ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നത് 3 ആഴ്ച മുന്നേ വന്നു കഴിഞ്ഞ് ഇന്ന് വരെ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നടന്നു. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയില്ല, അത് തെറ്റി പറയണതാണ് ട്രീറ്റ്മെൻറ്റ് എന്ന്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, നമ്മൾ തന്നെ നമ്മളുടെ ശരീരത്തെ ട്രീറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതെ, ഉള്ളാലൊരു ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, പുറമെ ജീവനത്തിൽ വലിയ ചികിത്സകളൊന്നും ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഡോക്ടറുടെ കുറെ ക്ലാസ്സുകളും കുറെ ഉപദേശങ്ങളും വലിയ ഉൾക്കൊള്ളുന്നുണ്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇത് ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തും എന്ന് ഞാൻ ഒരിക്കൽ പോലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. സാറ് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? പിന്നെ സാധാരണ നമുക്ക് വരുമ്പോണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊന്നും മാറിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല, അതൊന്നും ബുദ്ധിമുട്ടായിരുന്നു തോന്നില്ല. ഞാനൊരു ഏറ്റവും കുറഞ്ഞത് 160 പ്രഷറുള്ള ആളാണ് ഞാൻ. പിന്നെ കൂടിയാന്ന് 200, 220, 240 വരെയൊക്കെ പോണ ഒരാളാണ് സാധാരണ. അതൊക്കെ ഞാനിപ്പോൾ നോർമലിൽ എത്തിയിട്ട് 130, 140, 127, 120 ഒക്കെ
തോതിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റീഫൻ സാറിന്റെ ആ ഡയസ്റ്റോളിക് പ്രഷർ താഴത്തെ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും കൂടി നിൽക്കാറ്. എപ്പോഴും കൂടുതൽ 110, അതെ, അതെ, 130. അതെ, അതങ്ങനെ കൂടി നിൽക്കാറ്. എപ്പോഴും എവിടെ ചെന്നാലും പറയും ഇത് ഇങ്ങനെ കൂടുന്നത് ശരിയല്ല, മറ്റത് കൂടിയാലും ഇത് കുറയണം എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്കത് കുറയാറില്ല. എന്തോ വലിക്കുന്നത് അതെ 80 അതെ 80 കുറേ നാളുകളായിട്ട് ഓരോ ദിവസങ്ങളോളായിട്ട് 80 ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെ. അതിലുപരി ഞാൻ 285 ഷുഗർ ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ആണ്. അത് ന്യൂറോപ്പതിക്കായി മാറിയിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഞരമ്പുകൾ വരെ വീക്കായി തുടങ്ങി എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതും നോർമലായിട്ട് എന്നെ ഞെട്ടിച്ചു. ഒരു മരുന്നും കഴിക്കാണ്ട്, അതും വയറ് നിറച്ച് ഫ്രൂട്ട്സും അതെ. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടില്ല. 3 നേരം കരിക്കും ജ്യൂസും ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഷുഗറിനെ നോർമലാക്കി എന്നെ സഹായിച്ചു. അത് ഇവിടെ വരുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ സഹായിച്ചു എന്ന് പറയുമ്പോ ഏതെങ്കിലും വിധത്തിൽ മരുന്ന് കഴിച്ച് സഹായിക്കലാണോ അവിടെ നടന്നത്? ഞാൻ കൊണ്ടുവന്ന മരുന്ന് പോലും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഡോക്ടറായിട്ടൊരു മരുന്ന് എനിക്ക് ഒട്ട് തന്നിട്ടുമില്ല. അപ്പൊ അവിടെ ആരാ ചികിത്സ ചെയ്തത്? ഞാൻ തന്നെയാണ് ചികിത്സിച്ചത്. അതെ, അതെ. സ്വന്തം ശരീരത്തിന് ഇപ്പൊ ചികിത്സിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അവസരം പഠിപ്പിച്ചു തന്നു. ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമ്മളെ ഡോക്ടർ പഠിപ്പിച്ചു തന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിജയം. അല്ലാണ്ട് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പല വേദനകൾ ഉണ്ടായിരുന്നു, നടു, കഴുത്ത് ഉണ്ടായിരുന്നു. അത് ഇടുപ്പിൽ എനിക്കൊരു വേദന, അതിനൊക്കെ ഞാൻ മുൻകാലങ്ങളിൽ ഒഴിച്ചിലൊക്കെ നടത്തിയുള്ളതാണ്. ഡിസ്കിൽ കംപ്ലൈൻ്റ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് ഇവിടെ വന്നതിന് ശേഷം അത് വളരെ വ്യത്യാസം വന്നു. വളരെ സുഖപ്രദമായി ആ വേദനയൊക്കെ പോയി. പിന്നെ കഴുത്തിലൊരു വേദന ഉണ്ടായിരുന്നു എൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ അതെനിക്ക് വലിയൊരു ശല്യമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കഴുത്തുളുക്കലും കഴുത്ത് വേദനയും കഴുത്ത് അങ്ങോട്ട് തിരിക്കലും ഇങ്ങോട്ട് തിരിക്കലൊക്കെ എനിക്ക് വലിയ പ്രോബ്ലം ആയിരുന്നു. അതെല്ലാം ഇപ്പോൾ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. നമ്മൾ ഫുൾ റൗണ്ട് അടിക്കും, നമുക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല കഴുത്തിന്. അതെ, വളരെ ഫ്രീ ആയിട്ടുണ്ട്. ദഹനം ഒരു അത് വലിയ ദഹനിക്കാതിരിക്കലൊന്നുമില്ല, ദഹിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ ശോധന വളരെ പിന്നാക്കായിരുന്നു. അതെ. അപ്പോൾ അത് ഇന്നത് ഫ്രഷായിട്ട് എല്ലാം അന്നാണ് കഴിച്ചാൽ പിറ്റേ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ എനിക്ക് ഇഷ്ടമായത്. എങ്ങനെയായിരുന്നു മുൻപത്തെ അവസ്ഥ? അതായത് മുൻപും ഇതുപോലെ ഏതെങ്കിലും വിധത്തിൽ ശോധന ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഞാൻ ചിയാ സീഡ് കഴിക്കുമായിരുന്നു. ചിയാ സീഡുകൾ കൊണ്ട് അവിടെ വന്നത് പിന്നെ എന്തോ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള എന്തൊക്കെയോ പരിപാടി അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞു അതൊക്കെ അവിടെ വെക്കേ, നമുക്കിത് കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നോക്കാം, ഡോക്ടർ ഗ്യാരണ്ടിയില്ല, ഞാൻ മരുന്നും കഴിച്ചിട്ടില്ല, വന്നതിന് ശേഷം കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാനതൊക്കെ അവിടെ മാറ്റി വെച്ചു. ഇവിടുത്തെ ചിട്ടപ്രകാരം ഭക്ഷണ രീതിയാണ് ഇവിടെ മെയിനായിട്ട്. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം, ഒന്നും ഇവിടെ ഒരു ശല്യമില്ല. ഇടയ്ക്ക് ചോറ് കിട്ടും, ഒരു നേരമൊക്കെ ചോറ് കിട്ടും, ചിലപ്പോൾ ചപ്പാത്തി കിട്ടും. അതെന്നെ വലിയൊരു അതിശയമാണ് സത്യത്തിൽ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അതൊരു വലിയൊരു അതിശയമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാവുന്നവരോടൊക്കെ ഇത് പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും ഇത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്, ഞാനിത് അറിയാൻ കുറെ വൈകിപ്പോയി എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്ക്. ശരിയായിട്ടുള്ള സമയം. അതെ അതെ, ഡോക്ടർ ഭാഷയിൽ അതാണ് ഇപ്പോഴത്തെ സമയം. അതാണ്. ഉറക്കം വലിയൊരു പ്രശ്നമായിരുന്നു. ഉറക്കം ഞാനൊരു 8:30 ഒക്കെ കിടന്നാൽ ഒരു അരമണിക്കൂറൊക്കെ മൊബൈൽ നോക്കി കിടക്കും. അതിൽ ഉറക്കം വരുമ്പോൾ അവിടെ കിടക്കും. 1:30 ആകുമ്പോൾ ഏറ്റാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. രാത്രി 1:30 എഴുന്നേറ്റ് കട്ടൻ ചായ ഉണ്ടാക്കലൊക്കെ. അങ്ങനെയൊക്കെ ആയി ഞാൻ വേറെ റൂമിൽ പോയി കിടക്കും. വെച്ചാൽ വൈഫിനെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് വേറെ റൂമിൽ പോയി കിടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോ 1:30 ഒരു പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ ഏറ്റാലും പിന്നെ സുഖമായിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് ഉറക്കത്തിന്റെ ശല്യം എൻ്റെ പോയി, പരിഹരിക്കപ്പെട്ടു. അതെ. അപ്പൊ സുഖമായി ഉറങ്ങുന്നുണ്ട്, സുഖമായി ശോധന നടക്കുന്നുണ്ട്, നടുവും കഴുത്തും വേദനിക്കാണ്ട് കൂട്ടത്തിലുണ്ട്, ബിപിയും ഷുഗറും നോർമലായിട്ട് കൂട്ടത്തിലുണ്ട്. ഇത് മരുന്നുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും നമ്മുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇപ്പൊ വീട്ടിൽ നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ജീവിക്കുന്നു എന്നൊന്നും അല്ലല്ലോ ഉള്ളത്, വൃത്തിക്കൊക്കെ തന്നെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഇവിടെയും നമ്മൾ കുറച്ചൊന്ന് ചിട്ടയിലേക്കൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ എന്തായിരിക്കും അകത്ത് നമ്മുടെ ഉള്ളിൽ നടന്നൊരു ചികിത്സ? എന്തിൻ്റെ ബേസിസിലായിരിക്കും? എന്ത് തടസ്സമാണ് ഉള്ളിൽ നിന്ന് മാറിയത് ശരീരത്തിന് ഈ ആരോഗ്യത്തിലേക്ക് വരാനായിട്ട്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ചോറിൻ്റെ കൂടെ ഇറച്ചി, മീൻ, എനിക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ മീൻ കറി ഉണ്ടെങ്കിൽ ഞാൻ
ഒരു 2 കിണ്ണം ചോറൊക്കെ ഇരുന്ന് ഉണ്ണും. എൻ്റെ ശരീരം കണ്ട അങ്ങനെ തോന്നുന്നില്ലെങ്കിലും ഫുൾ സിക്സ് പാക്ക് അതെ നന്നായി ഭക്ഷണം കഴിക്കും. അതിപ്പോൾ ഇറച്ചിയും കഴിക്കും, എല്ലാം കഴിക്കും. വെജിറ്റബിൾ കുറവായിരുന്നു, പക്ഷെ ഇവിടെ വെജിറ്റബിൾ ആയിരുന്നു അധികം, റോ വെജിറ്റബിളും പാകം ചെയ്തതും. അതുകൊണ്ടാണ് ഇവിടുത്തെ സിസ്റ്റങ്ങളിൽ നിന്ന് മാറി എൻ്റെ ഉള്ളിലുള്ള കുറെ പ്രശ്നങ്ങൾ മാറി ശരിയായ റൂട്ടിലേക്ക് വന്നത്. മെഡിറ്റേഷനിലൊക്കെ നമുക്ക് സ്വയം ട്രീറ്റ്മെന്റുകൾ കിട്ടിയിരുന്നു. ഞാനിപ്പോൾ ഉള്ളിൽ കയറി നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ 2 പ്രാവശ്യം ECG എടുത്തപ്പോൾ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞില്ല, ഞാൻ ഇപ്പം പോവും, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോണേ എന്ന് പറഞ്ഞ് അവർ കുറേ വാശി പിടിച്ചു. ഇല്ല ഞാൻ ഇപ്പം പോവും എന്ന് പറഞ്ഞാൽ ഞാൻ പോന്നു. ഇത്രയും ഹൈ BPയും ECG വേരിയേഷൻ അപ്പൊ അങ്ങനെ വന്നിട്ട് ഞാനത് കൊണ്ട് ഒക്കെയാണ് ഞാൻ വന്നുള്ളത്. അതൊക്കെ ആയപ്പോഴാണ് ഞാൻ വന്നത്. ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്ന വലിയ നെഞ്ചുവേദന നെഞ്ചുവേദനയുണ്ട് എനിക്ക്. എൻ്റെ കൈ ഉറങ്ങുമ്പോൾ നമ്മൾ എൻ്റെ കൈമ്പിൾ നെഞ്ഞത്തൊക്കെ വെച്ച് കിടക്കുമല്ലോ, അല്ലെങ്കിൽ വൈഫ് കൈ വയ്ക്കും. ഇതൊന്നും എനിക്ക് പറ്റാറില്ല. എൻ്റെ കൈ തന്നെ എനിക്ക് വെക്കാൻ ഇഷ്ടമുണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ ഭയങ്കര ഒരു വെയിറ്റ് കയറ്റി വെച്ച പോലെയാണ് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടാറ്. ഇപ്പൊ ഞാൻ തന്നെ കൈ വയ്ക്കുമ്പോൾ എനിക്ക് അതിനൊരു പ്രശ്നമില്ല. എനിക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ മെഡിറ്റേഷൻ്റെ സമയത്ത് 2 ദിവസം യോഗ കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേഷനിലൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ അവിടെ ഒരു പ്രവർത്തനം ഹാർട്ടിൽ നടന്ന പോലെ എൻ്റെ അനുഭവത്തിലുണ്ടായി. അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നണമെങ്കിൽ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് കിടന്നോളോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റിങ്ങിന്റെ കുറച്ച് ദിവസങ്ങളില് സ്റ്റീഫൻ സാറിനുണ്ടായി നല്ല രസകരമായിട്ടുള്ള ഒരു ഹീലിംഗ് നടക്കുന്നതിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. കഴുത്ത് മുതൽ നെഞ്ച് വരെ എനിക്ക് എപ്പോഴും ഒരു ചൂടായിരുന്നു, ഇങ്ങനെ ഒരു ചൂടുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പൊ അതില് എന്തൊക്കെയോ അവിടെ ശരിയായിട്ടുണ്ട്. എന്തായാലും ഞാൻ എല്ലാ ടെസ്റ്റുകളും നടത്തും. ഇനി ഇവിടുന്ന് പോയാല് എന്താണ് എന്റെ കണ്ടീഷൻ എന്നുള്ളതൊന്ന് നോക്കും. എന്തായാലും കുറച്ച് നാളെ ചൂട് നിന്നതിന് ശേഷം പിന്നെ വേദനയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എന്റെ കുറെ ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ശരിക്കും പ്രകൃതി ചികിത്സയെ ഒട്ടും പരിചയമില്ലായിരുന്നില്ല. ഇല്ല, ഞാനൊക്കെ വിചാരിച്ചാൽ കളിമണ്ണിൽ പൊതിയിലും അങ്ങനത്തെ ഒക്കെയാണ്. ഇവിടെ കളിമണ്ണിൽ പൊതിയിലും ഒന്നുമില്ല. ഇവിടെ ചില ഭക്ഷണ രീതികളാണ് മെയിൻ. പിന്നെ ക്ലാസ്, കുറച്ച് യോഗ, ചെറിയ മെഡിറ്റേഷൻ ചെറുതല്ല, അത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മള് വേറെ ഒന്നിലും ശ്രദ്ധ ചെലുത്താണ്ട് അതിൽ കിടന്ന് ആ ക്ലാസ് ഇങ്ങനെ കണ്ണു മടച്ചിങ്ങനെ തളർത്തിയിട്ട് ശരീരം തളർത്തിയിട്ട് കിടക്കുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും നമ്മളെ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരു സമയമാണ്. അമ്മാരിനെ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോഴും പകൽ കിടന്നുറങ്ങുമ്പോഴൊക്കെ ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നു. അതെ, വെരി ഗുഡ്. ഇനി ശരീരത്തിന്റെ ഭാരം ഇറക്കുക, ശരീരത്തിലെ പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കി ശരീരത്തെ സുരക്ഷിതമാക്കുക എന്ന് പറയുന്ന പോലെ തന്നെ പ്രകൃതി ചികിത്സയിൽ ഇവിടെ ജീവനത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതാണ് മനസ്സിന്റെ ഭാരം ഇറക്കുക. അതിലും വ്യത്യാസമുണ്ട്. മാനസികമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ തരണം ചെയ്യാൻ ഡോക്ടർ നല്ല നല്ല ഉപദേശങ്ങൾ വരുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഇവിടെ തന്നെ വെച്ച് ഡിസ്പോസ് ചെയ്ത് തിരിച്ചു പോകാനുള്ള ഒരു സൗകര്യം ഡോക്ടർ ഇവിടെ ഒരുക്കുന്നുണ്ട്. അപ്പൊ മനസ്സിന്റെ ഭാരമിറക്കൽ ഇന്നത്തെ ആരോഗ്യത്തിന് എന്തോരം കാരണമായിട്ടുണ്ട്. നമുക്ക് അനാവശ്യമായ ചിന്തകളൊന്നും ഇല്ല. പിന്നെ നമുക്ക് പോസിറ്റീവായിട്ടൊക്കെ കാണാൻ സാധിക്കാൻ ട്രൈ ചെയ്യാൻ ഇപ്പൊ പറ്റുന്നുണ്ട്. പുറത്തിറങ്ങി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് തുടരും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോഴൊക്കെ ഇന്നലെയൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു തോട്ട് പോലും ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല, ഒരു ചിന്തകളും വരുന്നുണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ശരീരം മനസ്സും എല്ലാം കൂടി ശാന്തമായിരിക്കും. അങ്ങനെ ഒരു അത്രയും ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ മാത്രമല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും. ഇനി എങ്ങനെയായിരിക്കും ഈ ഇവിടുന്ന് പഠിച്ച കാര്യങ്ങൾ? ഇതൊരു ട്രെയിനിങ് കൂടി ആയിരുന്നല്ലോ. ട്രെയിനിങ്ങിന്റെ കൂട്ടത്തിൽ നമ്മൾ ആ ട്രെയിനിങ് ചെയ്യുന്നു, അതിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതുകൊണ്ട് രോഗചികിത്സ കൂടി നടന്നു എന്ന് മാത്രം. എങ്ങനെയായിരിക്കും ഇനി ഇത് ജീവിതത്തിൽ തുടരാൻ പോകുന്നുണ്ട്? ഇവിടുത്തെ ഏറെക്കുറെ ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഒരു 90% ഇവിടുത്തെ ഫോളോ ചെയ്തിട്ടേ മുന്നോട്ട് പോകുള്ളൂ. 90%. എന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നില്ല. നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ വിചാരിച്ച ഭക്ഷണങ്ങൾ ചിലതിന്റെ കൂടെ കൂടില്ല എന്നുള്ളൂ. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ കഴിക്കാം, കമ്പൈൻ ചെയ്യുന്ന ശ്രദ്ധിക്കുക. ഇറച്ചിയും കഴിക്കാം, മീനും കഴിക്കാം, ചോറും കഴിക്കാം, ചപ്പാത്തിയും കഴിക്കാം, വെജിറ്റബിൾസും കഴിക്കാം, ഫ്രൂട്ട്സും കഴിക്കാം, ഒക്കെ കഴിക്കാം. എല്ലാം കഴിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാം. പക്ഷെ അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്, പിന്നെ സമയങ്ങളുണ്ട്. ഇത് കഴിക്കേണ്ട സമയങ്ങൾ രാത്രി 11:00 12 മണിക്കല്ല കഴിക്കേണ്ടത്. അതിനൊക്കെ ഒരു വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കഴിക്കണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തും. തീർച്ചയായിട്ടും. വ്യായാമം അത് തുടരും. അത് ഞാൻ അല്ലെങ്കിലും ചെയ്യാറുണ്ട്. കുറെ ദിവസം പാടിയാണ് മാത്രം. പിന്നെ ഓൺലൈൻ യോഗയിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് നിരന്തരമായിട്ട് ചെയ്യും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ സാധിക്കുന്ന സമയങ്ങളിൽ ഉപവാസം
ഉപവാസം ആഴ്ചയിൽ ഒരു ദിവസം എടുക്കാൻ പറ്റില്ലെങ്കിൽ 2 ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ 2-3 എണ്ണം എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. വെരി ഗുഡ്. പിന്നെ അടുത്തതാണ് മാനസികമായിട്ടുള്ള ശാക്തീകരണം. 4ാമത്തെ നമ്മുടെ പ്രകൃതി ചികിത്സയുടെ തൂണാണ് ശാക്തീകരണം എന്ന് പറഞ്ഞാൽ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ അഭിരുചി എന്തിലാണോ ആ ഒരു പ്രത്യേക കാര്യത്തിൽ നമ്മൾ ഒന്ന് മുഴുകുക, എല്ലാ ദിവസവും അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക എന്നാണ് 4ാമത്തെ. അത് ഏത് തരത്തിലുള്ളതായിരിക്കും? ഇപ്പോൾ ഉള്ളത് കൃഷിയാണ്. അതെ, കൃഷിയായിരിക്കും മുന്നോട്ട് പോവാൻ സാധ്യതയുണ്ട്. അതെ. എന്തായാലും ഈ 4 തൂണുകളുടെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നോക്കും. തീർച്ചയായിട്ടും. അത് മതി. ശരി. ഇനി ജീവനത്തെ ഇപ്പൊ ഒരു ആശുപത്രി എന്നുള്ള ഒരു സങ്കല്പത്തിലൊക്കെയാണല്ലോ വരുന്നത്. എങ്ങനെയാണ് ജീവനത്തെ ഒന്ന് ഒരു ഓവറോൾ അതേക്കുറിച്ചുള്ള? ജീവനൊരു ഹോസ്പിറ്റലല്ല ആദ്യം തന്നെ. ജീവനം പ്രകൃതി ചികിത്സാ കേന്ദ്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇവിടുത്തെ സ്റ്റാഫും ഡോക്ടേഴ്സും ഇവിടുത്തെ വരുന്ന പേഷ്യൻസും എത്ര അസുഖമായിട്ട് വരുന്നവരൊക്കെ വളരെ ഹാപ്പിയിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ആരും ആരോടും അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്നതോ, പിന്നെ വരുന്നവര് ദേഷ്യപ്പെടണം. എനിക്കൊക്കെ പ്രഷർ കൂടുതലുള്ള കാരണം ചിലപ്പോൾ ഞാൻ വേണമെങ്കിൽ അവരോട് ദേഷ്യപ്പെടുന്നല്ലാണ്ട് ആരും സാധ്യപ്പെട്ടില്ല. ഇങ്ങോട്ട് എല്ലാവരും വളരെ സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. ആ ചിരിച്ച മുഖങ്ങളും അമ്മ സംസാരിക്കുന്ന രീതികളൊക്കെ വളരെ സന്തോഷം തരുന്ന ജാതിയിലാണ് ഓരോരുത്തരും. സ്റ്റീഫൻ സാർ ഫുൾ ടൈം ചിരിച്ച മുഖമായിട്ടുള്ളത്. അതെ, ഞാനും ചിന്തിച്ചത്. എനിക്ക് ദേഷ്യം വരലുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു. അത് അറിയാൻ കുറച്ച് വൈകിപ്പോയി. എന്നാൽ ഇതും കൂടിയും പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ദേഷ്യം പെട്ടെന്ന് വരും എന്ന് പറയുന്ന ഒരു ചിന്ത ഉള്ളിലെത്തായിരുന്നല്ലോ, അതേക്കുറിച്ച് ഇപ്പൊ എങ്ങനെയാ പറയാ? ആ ദേഷ്യത്തെ ഇപ്പൊ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ആ ദേഷ്യത്തെ ഇപ്പൊ അകലെ നിന്നുകൊണ്ട് ചില നേരത്ത് ഇവിടെ ആയിരിക്കുമ്പോ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ ഞാൻ എന്തിനാ ദേഷ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു അതിന്, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്റെ ജീവിതം മുന്നോട്ട് പോവില്ലേ എന്നൊക്കെ തോന്നി തുടങ്ങി. അത് അതിന്റെ വഴിക്ക് പോവും. ദേഷ്യം ഉള്ളവര് ദേഷ്യപ്പെട്ടോട്ടെ, നമ്മൾ അതിനനുസരിച്ച് ദേഷ്യപ്പെടേണ്ട. അല്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യമുള്ള ആളാണ്, അതും വേണ്ട. ഇനിയൊക്കെ ഒരു സ്മൂത്ത് ആയിട്ട്. ദേഷ്യപ്പെടുന്ന സ്റ്റീഫൻ സാറിനെ മാറി നോക്കി. എത്ര കോമഡി ആയിരുന്നു അത്. ഭയങ്കര രസമായിരുന്നു. ഞാനൊക്കെ ഒരു വളരെ എന്താ പറയാ ചിന്തിച്ചു പോയിട്ടത്. എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടണേ, അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ വളരെയധികം എന്നെ സംബന്ധിച്ചത് സുഖകരമായിട്ട് തോന്നി. ഒരു അകലെ നിന്ന് വീക്ഷിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന രംഗങ്ങളും നിസ്സാര കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടാന്ന് പറയുന്നത്, ഇതിനപ്പോ ചേട്ടൻ ദേഷ്യപ്പെട്ടെന്ന് എൻ്റെ വൈഫ് ചോദിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോ ചിന്തിക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇനിയും ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് നമ്മൾ അതിൽ നിന്ന് മെല്ലെ പഠിച്ചല്ലോ. അതെ, സ്കിപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നത് വഴി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് നമ്മുടെ ദേഷ്യമായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്ന വലിയൊരു ഊർജ്ജം ഉണ്ടായിരുന്നു. അന്ന് ഊർജ്ജം നഷ്ടപ്പെടൽ ഇപ്പൊ ഇല്ല. കുറേ ഊർജ്ജം ഇപ്പൊ സംഭരിക്കുന്നത്. അതാണ് ഈ ചികിത്സയുടെ പുറകിലുള്ള ഒരു രഹസ്യം. ഈ പ്രാണോർജ്ജത്തെ അധികമായിട്ട് നഷ്ടപ്പെടാതിരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താതിരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് വാസ്തവത്തിൽ ജീവനത്തിലും ഈ സംസാരങ്ങളിലൂടെ നഷ്ടപ്പെടാറുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞ പ്രകാരം എനിക്ക് മനസ്സിലായത്. ദേഷ്യത്തിലൂടെ പലതിലൂടെ നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടാറുണ്ട്. അതിനൊക്കെ ഒന്ന് മാറ്റി, പിന്നെ ഇവിടുത്തെ കുറച്ച് ചിട്ടകൾ എന്ന് പറഞ്ഞ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ വരിക, അതിൽ പങ്കെടുക്കുക. അത് ആത്മാർത്ഥമായി അതിൽ പങ്കെടുത്താൽ അതിനുള്ള ഗുണം തീർച്ചയായിട്ടും ഉണ്ട്. ആ പങ്കെടുക്കാത്തവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെയാണ്. എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഇവിടെ വന്നതിൽ. വളരെ ഹാപ്പിയാണ്. വെരി ഗുഡ്, താങ്ക് യു. ഇവിടെ നിന്ന് പഠിച്ചതെല്ലാം ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോവുക, മിടുക്കനായിട്ടിരിക്കുക. താങ്ക് യു.